പ്രിയ കുട്ടികളെ, നമ്മുടെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാപ്റ്റർ 3 മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് പാർട്ട് 2 രണ്ടാമത്തെ പാർട്ടാണ് നമ്മളിന്ന് ഡിസ്കഷൻ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് പാർട്ട് വളരെ ഗംഭീരമായിട്ട് ഡിസ്കഷൻ ചെയ്തു. എല്ലാവരും വളരെ ഭംഗിയായിട്ട് പെർഫോം ചെയ്തു. വെരി ഗുഡ്. എല്ലാവരും നല്ലവണ്ണം വർക്കൗട്ട് ചെയ്തു. സിമ്പിൾ ചാപ്റ്ററാണ്. ഇപ്പോൾ 2 മാർക്കിൻ്റെ ഒരു കേസ് നമ്മൾ തീർത്തു. ദെൻ നെക്സ്റ്റ് 3 മാർക്കിൻ്റെ ആണ് ജോമെട്രിക്കൽ പ്രോബബിലിറ്റി എന്നാണ് പറയുക. ജോമെട്രിക്കൽ പ്രോബബിലിറ്റി അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പ്രോബബിലിറ്റി ഓഫ് ഇവൻ്റ് ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം ഡിവൈഡഡ് ബൈ ടോട്ടൽ പോസിബിൾ ഔട്ട്കം. ഇവിടെ നമ്പേഴ്സ് ഉണ്ടാവില്ല, പിക്ചറാണ്. അപ്പോൾ ടോട്ടൽ ഔട്ട്കംസ് എന്ന് പറഞ്ഞാൽ ആ പിക്ചറിൻ്റെ ടോട്ടൽ ഏരിയ. ദെൻ ഫേവറബിൾ ഔട്ട്കം എന്ന് പറയുന്നത് ചിലപ്പോൾ ഡോട്ട് ഇടാനൊക്കെ ആയിരിക്കും പറയാം, ഡോട്ട് ചെയ്യാനൊക്കെ ആയിരിക്കും പറയാം. അപ്പോൾ ആ ഡോട്ട് ഇടുന്ന ഏരിയയ്ക്ക് ആ ഭാഗത്തിനെയാണ് ഫേവറബിൾ ഔട്ട്കം. പിക്ചറിലൂടെ പ്രോബബിലിറ്റീസ് കണ്ടുപിടിക്കുന്ന ഒരു 4-5 ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ചെയ്യാം. അത് മാത്രമേ ഉള്ളൂ. 3 മാർക്കിന് ചില കേസിൽ വന്നേക്കാം, സാധ്യതയുണ്ട്. അതും പ്രോബബിലിറ്റിയാണ്. ചിലപ്പോഴും വരും, ചിലപ്പോൾ വരാതിരിക്കാം. ദെൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫേവറബിൾ. തന്നെ ഓർക്കേണ്ടതുള്ളൂ എന്ത്? നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കം. അതേ ക്രൈറ്റീരിയ, അതേ പ്രോബബിലിറ്റി, അതേ ഇക്വേഷൻ തന്നെ. പക്ഷേ ഇവിടെ എന്താ കേസ് മാത്രമേ ഉള്ളൂ മക്കളെ, എന്താണ്? ജോമെട്രിയാണ്. പിക്ചർ തന്നിട്ട് അതിൽ ഫേവറബിളും ടോട്ടലും കണ്ടുപിടിക്കാനാണ്. ഒരു ക്വസ്റ്റ്യൻ എഴുതുക എല്ലാവരും. എഴുതി വെക്കുക, വരയ്ക്കണേ. പെൻസിലും സ്കെയിലും ഒക്കെ വെച്ചിട്ട് വൃത്തിയായിട്ട് വരയ്ക്കണം. ഒരു ക്വസ്റ്റ്യൻ എഴുതുക. A cardboard rectangle is cut out. A cardboard rectangle is cut out, and the midpoint of one side is joined to the ends of the opposite side. Is joined to the ends of the opposite sides to make a triangle. To make a triangle. Full stop. If you shut your eyes, kannadake. If you shut your eyes and put a dot. Shut your eyes, put a dot. If you shut your eyes and put a dot in this rectangle, ആ റെക്റ്റാങ്കിളിൽ ഒരു ഡോട്ട് ഇടാൻ, കോമ, what is the probability that it would be within the shaded triangle? What is the probability that it would be within the shaded triangle? വലിയ ക്വസ്റ്റ്യനാണ്, ഞാൻ പറഞ്ഞു വലിയ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഒരു തവണയും കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്. A cardboard rectangle is cut out, and the midpoint of one side is joined to the ends of the opposite sides to make a triangle. Is joined to the ends of the opposite sides to make a triangle. Full stop. If you shut your eyes and put a dot in this rectangle, what is the probability that it would be within the red triangle? It would be within the red triangle. അപ്പോൾ ക്വസ്റ്റ്യൻ എഴുതാൻ തന്നെ വേണം നമുക്ക് എന്ത്, ഒരു 5 മിനിറ്റ് സമയം അല്ലേ? കാരണം വലിയ ക്വസ്റ്റ്യനാണ്. വൃത്തിയായിട്ട് എഴുതിയാൽ മതി മക്കളെ. എനിക്ക് ബോർഡ് മേൽ എഴുതാനാവില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇത് നോക്കിയിട്ട് വായിക്കുന്നത്, ശ്രദ്ധിച്ച് നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട്. ഈ പിക്ചർ എല്ലാവരും വരച്ച് വെക്കണേ. പെൻസിൽ സ്കെയിൽ ഉപയോഗിച്ച് ഷെയ്ഡ് ചെയ്യേണ്ടത് ഷെയ്ഡ് ചെയ്ത് വരയ്ക്കണം. ഒരു റെക്റ്റാങ്കുലർ ബോർഡ്, മിഡ് പോയിൻ്റ് ആണ് ഇവിടെ. ആ മിഡ് പോയിൻ്റ് 2 എൻഡിലേക്കും ജോയിൻ ചെയ്തു, ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തു, ഷെയ്ഡ് ചെയ്തു,
കണ്ണടച്ച ഒരുത്തനെ കൊണ്ടുപോയി കുത്തിടുക, ഡോട്ട് ഇടുക, അതാണ് പരിപാടി. നിങ്ങളൊരു ഗെയിം കളിക്കാറുണ്ട്, ഗെയിമാണെന്ന് ആ സമയത്ത് നിങ്ങൾക്ക് അത് അറിയില്ല, ഗെയിം തന്നെയാണ്, അത് പ്രോബബിലിറ്റി തന്നെയാണ്. സുന്ദരിക്ക് പൊട്ടിടുന്ന ഒരു പരിപാടി ഉണ്ട്. സുന്ദരീനെ അല്ലെങ്കിൽ സുന്ദരനെ വരച്ച് വെച്ചിട്ടുണ്ടാവും, നമ്മളെ കണ്ണ് കെട്ടി നമ്മൾ 2 വട്ടം കറക്കി എന്ത് ചെയ്യും, ഈ പെന്നും ചോക്കായിട്ട് ഇങ്ങനെ പോകും. ചിലവർ കണ്ണിന് തൊടും, ചിലർ മൂക്കിന് തൊടും, ചിലർ തലയ്ക്ക് തൊടും, ആടെയും ഇവിടെയൊക്കെ തൊട്ട് കറക്റ്റ് തൊടുന്ന പൊസിഷനിൽ കിട്ടുന്ന ആളുകൾക്കാണ് പ്രൈസ് കിട്ടുന്ന ഒരു സംവിധാനമുണ്ട്. അതുപോലെയാണ് കണ്ണടച്ചിട്ട് ഇതിൽ ഡോട്ട് ഇടണം. ചിലർ ഡോട്ട് വടടും, ചിലർ ഡോട്ട് വടടും, ചിലർ വട ഇട്ടാൽ ഗെയിം ഔട്ടായി. റെക്റ്റാങ്കിളിൻ്റെ ഇൻസൈഡിൽ മാത്രമേ ഗെയിം ഉള്ളൂ, പുറത്തേക്ക് വന്നാൽ ഗെയിം ഔട്ട്. അപ്പോൾ ഇവിടെ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഡോട്ട് വിത്ത് ഇൻ ദി ഷെയ്ഡഡ് ട്രയാങ്കിൾ? ക്വസ്റ്റ്യൻ അതാണ്. വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ഓഫ് ഡോട്ട് വിത്ത് ഇൻ ദി ഷെയ്ഡഡ് ട്രയാങ്കിൾ? അപ്പോൾ ഇവിടെ നമ്പർ ഇല്ല. ഫേവറബിൾ ഔട്ട്കം, ടോട്ടൽ ഔട്ട്കം, ബൈ ടു ഫ്രാക്ഷൻ, കട്ട് നമ്പർ ഇല്ല. നമ്പേഴ്സ് നമ്മൾ അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കണം, പിക്ചറിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ടോട്ടൽ പോസിബിൾ ഔട്ട്കം ആരാണ്? ഇതിൻ്റെ ഏരിയ, റെക്റ്റാങ്കിളിൻ്റെ ഏരിയ. അപ്പോൾ ടോട്ടൽ പോസിബിൾ ഔട്ട്കം ഈക്വൽ ടു ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ. ശ്രദ്ധിച്ചില്ലേ? ടോട്ടൽ പോസിബിൾ ഔട്ട്കം ഈക്വൽ ടു ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ. ടോട്ടൽ ഫേവറബിൾ ഔട്ട്കം ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ. ടോട്ടൽ പോസിബിൾ ഔട്ട്കം ഈ ക്വസ്റ്റ്യൻ ഏതാ മക്കളെ പറഞ്ഞോളി? 4 അല്ലെ 6, 9, 10, 12 എന്നൊക്കെ പറയാണ്ടോ? ഇല്ല, ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ. 3 ഏരിയ ടോട്ടൽ. ഇതിൻ്റെ പുറത്തേക്കുള്ള ഏരിയ എന്താണ്? ഗെയിം ഔട്ടാണ്. അപ്പോൾ ഫേവറബിൾ ഔട്ട്കം ഏതാണ് പറഞ്ഞോളി? ഫേവറബിൾ ഔട്ട്കം ഏരിയ ഓഫ് ട്രയാങ്കിൾ. അപ്പോൾ ഞാനിവിടെ ലെങ്ത്ത്, ബ്രെഡ്ത്ത്, ഏരിയ ഓഫ് റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്ത് കൺസിഡർ L, ബ്രെഡ്ത്ത് കൺസിഡർ B. ദെൻ ടോട്ടൽ പോസിബിൾ ഔട്ട്കം ഈക്വൽ ടു ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ. ടോട്ടൽ പോസിബിൾ ഔട്ട്കം ഈക്വൽ ടു ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ L ഇൻറ്റു B. ചെറിയ ക്ലാസ്സിലെ പഠിച്ചതാണ്. ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ എന്താണ് മക്കളെ? L ഇൻറ്റു B, LB, L ഇൻറ്റു B, LB. ദെൻ ഏരിയ ഓഫ് ട്രയാങ്കിൾ, ഏരിയ ഓഫ് ട്രയാങ്കിൾ, ഏരിയ ഓഫ് ട്രയാങ്കിൾ ഇവിടെ എത്രയാണ് വരുന്നത് നോക്കൂ. ഞാൻ ഇവിടെ നിന്ന് ഒരു കൺസ്ട്രക്ഷൻ കൂടി നടത്തുക. ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്താണ്? ഹാഫ് BH. നമ്മൾ പഠിച്ചതാ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഹാഫ് BH. ഇവിടെ ബേസിന് പകരം ഇവിടെ ആരാളുള്ളത്? സെയിം ബേസാണ്. റെക്റ്റാങ്കിളിൻ്റെ ബേസും ട്രയാങ്കിളിൻ്റെ ബേസും സെയിം ആണ്. അപ്പോൾ ബേസ് ആരാണ്? L, ഹാഫ് L. ഹൈറ്റ് ഇവിടെ എന്താ നോക്കൂ, ഈ ഹൈറ്റ് തന്നെയല്ലേ ബ്രെഡ്ത്ത് ആയിട്ട് മാറുന്നത്. ഹൈറ്റ് ഓഫ് ദി ട്രയാങ്കിൾ ഈക്വൽ ടു ബ്രെഡ്ത്ത് ഓഫ് ദി റെക്റ്റാങ്കിൾ, ഹാഫ് LB. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക. ദെൻ ടോട്ടൽ പോസിബിൾ ഔട്ട്കം ഈക്വൽ ടു ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ, ദാറ്റ് ഇസ് ഈക്വൽ ടു LB, L ഇൻറ്റു B. ദെൻ ഫേവറബിൾ ഔട്ട്കം ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ, ഹാഫ് BH. BH എന്ന് കൊടുക്കരുത്, ബേസ് L ആണ്, ഹൈറ്റ് B ആണ്. കാരണം എന്താണ്? ലെങ്ത് ഓഫ് ദി റെക്റ്റാങ്കിൾ ഈക്വൽ ടു ബേസ് ഓഫ് ദി ട്രയാങ്കിൾ, ഹൈറ്റ് ഓഫ് ദി റെക്റ്റാങ്കിൾ ഈക്വൽ ടു ബ്രെഡ്ത്ത് ഓഫ് ദി റെക്റ്റാങ്കിൾ അല്ലേ? ബേസ് ഓഫ് ദി റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ദി റെക്റ്റാങ്കിൾ ബേസ് ഓഫ് ദി ട്രയാങ്കിൾ, ബ്രെഡ്ത്ത് ഓഫ് ദി റെക്റ്റാങ്കിൾ ഹൈറ്റ് ഓഫ് ദി ട്രയാങ്കിൾ ആയിട്ട് മാറുന്നുണ്ട്. അതുകൊണ്ട് ഹാഫ് LB എന്ന് കിട്ടി. ഇനി എപ്പോഴും പ്രോബബിലിറ്റി എഴുതുമ്പം ടോട്ടൽ ഔട്ട്കംസ് ആണ് അടിയിൽ എഴുതുക, തല ഇരിഞ്ഞു പോവരുത്. ടോട്ടൽ പോസിബിൾ ഔട്ട്കംസ് എത്രയാ മക്കളെ? LB, നമ്പർ അല്ല, LB. ഫേവറബിൾ ഔട്ട്കംസ് എത്രയാ മക്കളെ? ഹാഫ് LB. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഇവൻറ്റ് ഈക്വൽ ടു നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ്. ഫേവറബിൾ ഔട്ട്കം എന്താ? ഏരിയ ഓഫ് ട്രയാങ്കിൾ. ഏരിയ ഓഫ് ട്രയാങ്കിൾ ഇവിടെ എത്ര കിട്ടി? ഹാഫ് LB. LB എവിടുന്ന് കിട്ടി? ലെങ്ത് ആണ്, ബേസ് ഹൈറ്റ് ആണ് B, അപ്പോൾ ഹാഫ് LB. ദെൻ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ടോട്ടൽ പോസിബിൾ LB, അപ്പോൾ ഹാഫ് LB ബൈ LB. കട്ടൽ B, കട്ടൽ B, അപ്പോൾ എല്ലാം കൂടി LB പോയി, ബാക്കി എത്ര വന്നു? 1/2. വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ഓഫ് ഡോട്ട് വിത്തിൻ ദി ഷെയ്ഡഡ് ട്രയാങ്കിൾ? ദാറ്റ്സ് ഈക്വൽ ടു 1/2. പ്രോബബിലിറ്റി ഓഫ് ഡോട്ട് വിത്തിൻ ദി ഷെയ്ഡഡ് ട്രയാങ്കിൾ ഈക്വൽ ടു 1/2. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. എന്ത് സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞിരിക്കുന്ന ആ നമ്പേഴ്സിന് പകരം ഇവിടെ പിക്ചറാണ്. ഇവിടെ ഫേവറബിൾ ഔട്ട്കംസ് ഒക്കെ ഏരിയാസ് ആയിട്ടാണ് വരിക, അത്രേ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കൂ, ടോട്ടൽ ഔട്ട്കം ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ, ഫേവറബിൾ ഔട്ട്കം ഏരിയ ഓഫ് ട്രയാങ്കിൾ. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി? ദെൻ ഹാഫ് LB ബൈ LB, കട്ടൽ B, കട്ടൽ B, ദാറ്റ്സ് ഈക്വൽ ടു 1/2. കറക്റ്റ്, കറക്റ്റ്, കറക്റ്റ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പിക്ചർ പ്രോബബിലിറ്റിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ വർക്കൗട്ട് ചെയ്തു.
അപ്പോൾ ഇവിടെ പിക്ചർ മാത്രമേ വരുള്ളൂ. അതിൽ നിന്ന് നമുക്ക് ആൻസർ നമ്പറാണ് കിട്ടുക. ആൻസർ പിക്ചറിലായിട്ടല്ല കിട്ടുക, പ്രോബബിലിറ്റി പിക്ചറിലായി പോവില്ല. അതിനനുസരിച്ചുള്ള ട്രിക്കിലൂടെ അതിൻ്റെ ആൻസർ കിട്ടും. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതെല്ലാവരും. എ സ്ക്വയർ ഗോട്ട് ബൈ joining the midpoints of a bigger square. A square got by joining the midpoints of a bigger square. Joining the midpoints of a bigger square. What is the probability of a dot? What is the probability of a dot put without looking? What is the probability of a dot put without looking to be within the shaded part? What is the probability of a dot put without looking within the shaded part? Within the shaded part. Within the shaded part. Within the shaded part. Question ഞാനൊന്നുകൂടി വായിക്കാം. A square got by joining the midpoints of a bigger square. A square got by joining the midpoints of a bigger square. What is the probability of a dot put without looking to be within the shaded part? Within the shaded part. എങ്കിൽ what is the probability of dot within the shaded part എന്ന് ഷോർട്ടാക്കി എഴുതിയാലും മതി. What is the probability of dot within the shaded part? ഇവിടെ നോക്കുക, ബിഗ്ഗർ സ്ക്വയറിൻ്റെ മിഡ് പോയിൻറ്റ്സ് എല്ലാം കൂടി ജോയിൻ ചെയ്തു, ഒരു സ്മോളർ സ്ക്വയർ കിട്ടി. വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ഓഫ് ഡോട്ട് വിത്തിൻ ദി ഷെയ്ഡഡ് പാർട്ട്? ഷെയ്ഡഡ് പാർട്ടിലേക്ക് ഒരു ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പ്രോബബിലിറ്റി എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. വാട്ട് ഈസ് ദി ടോട്ടൽ ഔട്ട്കം? ഏരിയ ഓഫ് ബിഗ്ഗർ സ്ക്വയർ. വാട്ട് ഈസ് ദി ഫേവറബിൾ ഔട്ട്കം? ഏരിയ ഓഫ് ഷെയ്ഡഡ് സ്ക്വയർ. അത് രണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്, വേറൊന്നും നമുക്ക് അറിയില്ല. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യാന്നറിയോ, ഈ ബിഗ്ഗർ സ്ക്വയറിൻ്റെ സൈഡ് 2a എന്നെടുത്തു. അതിൻ്റെ ട്രിക്ക് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. സൈഡ് ഓഫ് ദി ബിഗ്ഗർ സ്ക്വയർ, ലെറ്റ് കൺസിഡർ സൈഡ് ഓഫ് ദി ബിഗ്ഗർ സ്ക്വയർ 2a. എന്താ അതിൻ്റെ ട്രിക്ക് മനസ്സിലായോ? കാരണം മിഡ് പോയിൻ്റ് ആകുമ്പോൾ ഇവിടെ ഹാഫ് ആക്കിയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2a എന്നെടുത്ത്. എ എടുത്തു കഴിഞ്ഞാലോ ഹാഫ് എന്നാണ് കിട്ടുക. ഫ്രാക്ഷൻ വെച്ച് കളിക്കാൻ നമ്മളെ കൊണ്ട് ആവാത്തത് കൊണ്ടാണ് മക്കളെ നമ്മൾ 2a എന്നെടുത്തത്. ദെൻ സൈഡ് ഓഫ് ദി ബിഗ്ഗർ സ്ക്വയർ 2a. ദെൻ ഇവിടെ നമ്മൾ പാർട്സ് ആക്കുമ്പം ഇവിടെ ഒരു ട്രയാങ്കിൾ മാത്രം കൺസിഡർ ചെയ്യുക. 4 ട്രയാങ്കിൾ ഈക്വൽ ആണ്. ഒരു ട്രയാങ്കിൾ മാത്രം കൺസിഡർ ചെയ്യുക. അതിൻ്റെ സൈഡ് എത്ര വരിക? സ്മോൾ എ ആയിട്ട് മാറുന്നു അല്ലേ? 2a ഡിവൈഡഡ് ബൈ 2, ദെൻ a ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. സ്മോൾ എ ആയിട്ട് മാറി. ദെൻ നമുക്ക് എന്ത് ചെയ്യാം? ഹൈപ്പോട്ടന്യൂസ്, ഇതൊരു ഹൈപ്പോട്ടന്യൂസ് ആണ്. ദെൻ സൈഡ് ഓഫ് ദി സ്മോളർ സ്ക്വയർ. ഹൈപ്പോട്ടന്യൂസ് ഈസ് ദി സൈഡ് ഓഫ് ദി സ്മോളർ സ്ക്വയർ. ആ സൈഡ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുക. റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ബേസ് എ ആണ്, ആൾട്ടിറ്റ്യൂഡ് എ ആണ്. 2a സ്ക്വയർ റൂട്ട് 2a. സൈഡ് ഓഫ് ദി സ്മോളർ സ്ക്വയർ ഈക്വൽ ടു റൂട്ട് 2a. സൈഡ് ഓഫ് ദി ബിഗ്ഗർ സ്ക്വയർ ഈക്വൽ ടു 2a. അപ്പോൾ ഞാൻ എന്തിനാണ് 2a കൺസിഡർ ചെയ്തതെന്നുള്ളത് ആ ബാക്കിലിരിക്കുന്നവർക്കൊക്കെ മനസ്സിലായല്ലോ. എന്താ സൈഡ് 2a എന്ന് കൺസിഡർ ചെയ്തത്? 2a ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ a പാർട്ടായിട്ട് കിട്ടും. a ഒരു കഷ്ണം. മറ്റ് a എടുത്തു കഴിഞ്ഞാലോ ഹാഫ് എ വെച്ചിട്ട് ഹൈപ്പോട്ടന്യൂസ് കണ്ട് അതിൻ്റെ സ്ക്വയർ എടുത്ത് റൂട്ട് എടുക്കുമ്പോഴേക്ക് ആകെ വലഞ്ഞു പോകും. അതാണ് നമ്മൾ എന്ത് ചെയ്തത്? 2a എടുത്തത്. അപ്പോൾ ഞാനൊന്നുകൂടി പറയുന്നത് ശ്രദ്ധിക്കുക. എന്താ ക്വസ്റ്റ്യൻ ഒന്നുകൂടി ശ്രദ്ധിക്കുക. വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ഓഫ് ഡോട്ട് വിത്തിൻ ദി ഷെയ്ഡഡ് പാർട്ട്? Let consider beside of the bigger square 2a, then side of the bigger square divided 2 parts a, then side of the smaller square equal to hypotenuse of the right triangle. Then we get root of a square plus a square, Pythagoras theorem.
root 2a square root 2a. Side of the smaller square equal to root 2a. Side of the smaller square equal to root 2a. അപ്പോൾ രണ്ടിൻ്റെ സൈഡും കിട്ടിയല്ലോ. ഇനി ഏരിയ കണ്ടുപിടിച്ചാൽ പോരെ. ആദ്യം ടോട്ടൽ പോസിബിൾ ഔട്ട്കം എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ബിഗ്ഗർ സ്ക്വയർ. എഴുതി വെക്കുക എല്ലാവരും. ഏരിയ ഓഫ് ബിഗ്ഗർ സ്ക്വയർ. സ്ക്വയറിൻ്റെ ഏരിയ എന്താണോ? സൈഡ് ഇൻറ്റു സൈഡ്, എ സ്ക്വയർ അല്ലേ. സൈഡ് ഇൻറ്റു സൈഡ് എന്ന് പഠിച്ചാൽ മതി. ഇവിടെ സൈഡ് എത്രയായി നമ്മൾ എടുത്തത്? 2a. 2a ഇൻറ്റു 2a എത്രയാണ് കുട്ടികളെ? ഉറക്കെ പറയൂ, മിടുക്കരായിട്ട് പറയൂ. 4a സ്ക്വയർ. 2a ഇൻറ്റു 2a 4a സ്ക്വയർ. അപ്പോൾ ഏരിയ ഓഫ് ടോട്ടൽ ഔട്ട്കം അല്ലെങ്കിൽ പോസിബിൾ ഔട്ട്കം, ടോട്ടൽ പോസിബിൾ ഔട്ട്കം ഈക്വൽ ടു 4a സ്ക്വയർ എന്ന് കിട്ടി. ദെൻ ഏരിയ ഓഫ് സ്മോളർ സ്ക്വയർ. ഏരിയ ഓഫ് സ്മോളർ സ്ക്വയർ. സ്മോളറിൻ്റെ സൈഡ് എത്രയാണ് മക്കളെ? root 2a. സ്മോളറിൻ്റെ സൈഡ് എത്രയാ? root 2a ഇൻറ്റു root 2a. root 2 2a സ്ക്വയർ. 2a സ്ക്വയർ. root 2 എന്താ വരുന്നത്? 2 ആണ്. 2a സ്ക്വയർ. ദെൻ പ്രോബബിലിറ്റി ആക്കി എഴുതണം. ഏരിയ ഓഫ് പോസിബിൾ ഔട്ട്കം വരുന്ന, ടോട്ടൽ ഔട്ട്കം വരുന്നത് എന്താണ്? 4a സ്ക്വയർ. ബിഗ്ഗറിൻ്റെത് 4a സ്ക്വയർ, സ്മോളറിൻ്റെത് 2a സ്ക്വയർ. a സ്ക്വയർ കട്ട് ചെയ്തു. 1/2 ഈസ് ദി പ്രോബബിലിറ്റി. 1/2 ഈസ് ദി പ്രോബബിലിറ്റി. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണല്ലോ അത്. എന്താ പറഞ്ഞിരിക്കുന്നത്? ബിഗ്ഗർ സ്ക്വയർ, എല്ലാത്തിൻ്റെ മിഡ് പോയിന്റ് ജോയിൻ ചെയ്ത് വി ഗെറ്റ് എ സ്മോളർ സ്ക്വയർ. വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ഓഫ് ഡോട്ട് വിത്തിൻ ദി ഷെയ്ഡഡ് പാർട്ട്. ഷെയ്ഡഡ് പാർട്ടിലേക്ക് ഡോട്ട് വരാനുള്ള ചാൻസ് എത്ര? Then what is the total possible outcome? Area of bigger square. What is the favorable outcome? Area of the shaded square. Let's consider 2a is the side of the bigger square. ശ്രദ്ധിക്കണേ, 2a. എന്തുകൊണ്ടാണ് 2a എടുത്തത് മക്കളെ? സൈഡിൽ മുറിച്ച് പീസാക്കാൻ, ഹാഫാക്കി മാറ്റാനുള്ളത് കൊണ്ടാണ് 2a എടുത്തത്. കൺസിഡർ 2a ഈസ് ദി സൈഡ് ഓഫ് ദി ബിഗ്ഗർ സ്ക്വയർ. ഏരിയ ഓഫ് ദി ബിഗ്ഗർ സ്ക്വയർ ഈക്വൽ ടു 2a ഇൻറ്റു 2a 4a സ്ക്വയർ. കറക്റ്റ്. ദെൻ നെക്സ്റ്റ് സൈഡ് ഓഫ് ദി സ്മോളർ സ്ക്വയർ. ജസ്റ്റ് അവിടെ ഒന്ന് ഒരു ഡാർക്ക് ലൈൻ ആക്കി വെച്ചു ഞാനൊരു സൈഡിനെ. ദെൻ അവിടെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യുന്നു. ദെൻ ആ ട്രയാങ്കിൾ എന്താണ്? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. എ ആണ് അതിൻ്റെ പാർട്സ്. ദെൻ ഹൈപ്പോട്ടന്യൂസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ, റൂട്ട് 2a സ്ക്വയർ, റൂട്ട് 2a എന്ന് കിട്ടി സൈഡ് ഓഫ് ദി സ്മോളർ സ്ക്വയർ. ദെൻ ഏരിയ ഓഫ് സ്മോളർ സ്ക്വയർ ഈക്വൽ ടു റൂട്ട് 2a ഇൻറ്റു റൂട്ട് 2a. റൂട്ട് 2 എത്രയാണ് വരിക മക്കളെ? 2a സ്ക്വയർ. ദെൻ പ്രോബബിലിറ്റി. സ്മോളർ മുകളിൽ എഴുതുക, ബിഗ്ഗർ താഴെ എഴുതുക, ഡിനോമിനേറ്ററിൽ എഴുതുക, സ്മോളർ ന്യൂമറേറ്ററിൽ എഴുതുക. 2a സ്ക്വയർ ബൈ 4a സ്ക്വയർ. a സ്ക്വയർ കട്ട് 2/4, that's a simplest form, 1/2. What is the probability of dot within the shaded part? 1/2. Probability of dot within the shaded part equal to 1/2. അപ്പോൾ വളരെ രസമുള്ള ക്വസ്റ്റ്യൻ ആണിത്. പിക്ചറിനനുസരിച്ച്, പിക്ചർ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിൽ സൈഡൊക്കെ കൺസിഡർ ചെയ്യണം. ഏതൊക്കെ ഏരിയ നമ്മൾ കണ്ടുപിടിക്കണം, ഏതാണ് ഫേവറബിൾ, ഏതാണ് പോസിബിൾ, ടോട്ടൽ ഔട്ട്കംസ് ഏതാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഒന്ന് ശ്രദ്ധിക്കണം, ചെറിയൊരു തല കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതൂ. എ സ്ക്വയർ വിത്ത് ഓൾ വെർട്ടിസസ് ഓൺ എ സർക്കിൾ. A square with all vertices on a circle. A square with all vertices on a circle. A square with all vertices on a circle. What is the probability of a dot put without looking? അതൊന്നും പിന്നെ നീട്ടി വലിച്ച് എഴുതണ്ട. What is the probability of a dot put without looking to be within the shaded part? To be within the shaded part. Within the shaded part. ഇത് കാര്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. എ സ്ക്വയർ വിത്ത് ഓൾ വെർട്ടിസസ് ഓൺ എ സർക്കിൾ. എ സ്ക്വയർ വിത്ത് ഓൾ വെർട്ടിസസ് ഓൺ എ സർക്കിൾ. എ സ്ക്വയർ വിത്ത് ഓൾ വെർട്ടിസസ് ഓൺ എ സർക്കിൾ. അപ്പോൾ ഇവിടെ ഷെയ്ഡഡ് പാർട്ട് എന്ന് പറയുന്നത് സ്ക്വയർ ആണ്. ഷെയ്ഡഡ് പാർട്ട് എന്ന് പറയുന്നത് സ്ക്വയർ ആണ്. ഷെയ്ഡഡ് പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? സ്ക്വയർ ആണ് കാണിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ഓഫ് എ ഡോട്ട് വിത്ത് ഇൻ ദി ഷെയ്ഡഡ് പാർട്ട്? വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ഓഫ് എ ഡോട്ട് വിത്ത് ഇൻ ദി ഷെയ്ഡഡ് പാർട്ട്?
അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കണം. പിക്ചർ കാണുമ്പോൾ തന്നെ ചോദിക്കുന്നവർ പറയാം, ഒന്ന് പറഞ്ഞാട്ടെ എല്ലാവരും. ഏതാണ് ടോട്ടൽ ഔട്ട്കംസ് ഏരിയ ഓഫ് സർക്കിൾ? ഫുള്ളായിട്ട് വരുന്ന സർക്കിൾ. വാട്ട് ഈസ് ദ ഫേവറബിൾ ഔട്ട്കംസ് ഏരിയ ഓഫ് സ്ക്വയർ? പോസിബിൾ ഔട്ട്കം, ടോട്ടൽ പോസിബിൾ ഔട്ട്കം എന്താണ്? ഏരിയ ഓഫ് സർക്കിൾ. ദെൻ ഫേവറബിൾ ഔട്ട്കം ഏരിയ ഓഫ് സ്ക്വയർ. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാം മക്കളെ. ലെറ്റ് കൺസിഡർ റേഡിയസ് ഓഫ് ദി സർക്കിൾ ആർ. റേഡിയസ് ഓഫ് ദി സർക്കിൾ ആർ എന്തെടുത്തു? റേഡിയസ് ഓഫ് ദി സർക്കിൾ ആർ എടുത്തു. റേഡിയസ്. അങ്ങനെയാണ് ടോട്ടൽ ഔട്ട്കംസ് ഏരിയ ഓഫ് സർക്കിൾ ആണല്ലോ. ഏരിയ ഓഫ് സർക്കിൾ എന്താ മക്കളെ പറയും? ഏരിയ ഓഫ് സർക്കിൾ ഈക്വൽ ടു പൈ ആർ സ്ക്വയർ. പൈ ആർ സ്ക്വയർ. അപ്പോൾ ടോട്ടൽ പോസിബിൾ ഔട്ട്കം ഈക്വൽ ടു പൈ ആർ സ്ക്വയർ. ടോട്ടൽ പോസിബിൾ ഔട്ട്കം ഈക്വൽ ടു പൈ ആർ സ്ക്വയർ. ടോട്ടൽ പോസിബിൾ ഔട്ട്കം ഈക്വൽ ടു പൈ ആർ സ്ക്വയർ. That is equal to area of circle. Let consider radius of the circle or area of the circle, that is equal to possible, total possible outcome pi r square. Correct? Yes. Then radius 6 ആകുമ്പോൾ, 6 എന്നല്ല 6 ആകുമ്പോൾ ഡയമീറ്റർ എത്ര എവിടെ വരുന്നത്? ഡയഗണൽ എന്തായിട്ട് മാറി? ഇവിടെ ഡയമീറ്റർ 2r ആയിട്ട് മാറും. ദാറ്റ് ഈസ് ഡയഗണൽ ഓഫ് ദി സ്ക്വയർ. ഡയഗണൽ ഓഫ് ദി സ്ക്വയർ അല്ലേ? ഡയമീറ്റർ എന്തായിട്ട് മാറി? 2r ആയിട്ട് മാറി. ഡയഗണൽ ഓഫ് ദി സ്ക്വയർ. അപ്പോൾ ഒരു സ്ക്വയറിൻ്റെ ഡയഗണലാണ് കണ്ടുപിടിച്ചു നമ്മൾ. ഡയഗണൽ എത്ര കിട്ടി? 2r. ഡയഗണൽ 2r കിട്ടി. ഡയഗണൽ 2r കിട്ടി. ഡയഗണൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഏരിയ ഓഫ് സ്ക്വയർ പഠിച്ചിട്ടുണ്ടല്ലോ. ഹാഫ് ഡി സ്ക്വയർ. ഹാഫ് ഡി സ്ക്വയർ ആണെന്ത്? ഡയഗണൽ ഓഫ് ദി സ്ക്വയർ. ഡയഗണൽ ഓഫ് സൈഡ് സ്ക്വയർ തന്നു കഴിഞ്ഞാൽ ഏരിയ ഓഫ് സ്ക്വയർ ഈക്വൽ ടു ഹാഫ് ഡയഗണൽ സ്ക്വയർ എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഡയഗണൽ എന്താ വരുന്നത്? 2r. ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ ബിക്കം ഡയഗണൽ ഓഫ് ദി സ്ക്വയർ. Diameter of the circle become diagonal of the square. Diagonal equal to 2r. Diagonal equal to 2r. Then area of the square equal to half d square. Half into 2r into 2r. എത്രയാ മക്കളെ? കട്ടു. That's equal to 2r square എന്ന് കിട്ടി. That's equal to 2r square. That's equal to 2r square. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. Area of circle equal to total possible outcome. Let consider radius of the circle r. Area of the circle equal to pi r square. Clear? Correct. Then next one, radius 6 r ആണെങ്കിൽ, 6 അല്ല r ആണെങ്കിൽ diagonal equal to 2r. Diagonal equal to 2r അല്ലെങ്കിൽ diameter equal to 2r. Diameter of the circle become diagonal of the square. Diagonal equal to 2r. Then diagonal തന്നു കഴിഞ്ഞാൽ area of square കാണാൻ പഠിച്ചിട്ടുണ്ട്. half d square. half into 2r into 2r. കട്ടു 2 കട്ട്. Then r into 2r എത്ര? 2r square. Pi r square is the total possible outcome. 2r square is the favorable outcome. Probability equal to 2r square by pi r square. 2r square by pi r square. Cut r square. That's equal to 2 by pi. നിങ്ങളത് സ്റ്റൈലാക്കിയിട്ട് പൈൻ്റെ വാല്യൂസ് 22/7 3.14 ഒന്നും കൊടുത്ത് വലിയ സംഭവമാക്കണ്ട. അത്രയ്ക്ക് വലിയ ലെവലിലേക്ക്, അങ്ങോട്ട് അധികം ലെവലിലേക്ക് പോകേണ്ട ആവശ്യത്തിനുള്ള ലെവൽ മതി. കേട്ടുക്കുന്നല്ലോ. അപ്പോൾ ദെൻ ഒന്നുകൂടി ശ്രദ്ധിക്കുക. ദെൻ സർക്കിളാണ് ടോട്ടൽ പോസിബിൾ ഔട്ട്കംസ്. സ്ക്വയർ ആണ് ഫേവറബിൾ ഔട്ട്കം. Then let consider radius of the circle r. Area of the circle equal to pi r square. That is total possible outcome. Then radius r, we get diameter 2r. Diameter of the circle become diagonal of the inside square. Diagonal of the inside square, that is equal to 2r. Then area of the square equal to half into 2r square. അതായത് ഹാഫ് ഡി സ്ക്വയർ ആണ് ഡയഗണൽ കിട്ടിക്കഴിഞ്ഞാൽ.
half into 2r into 2r, that's equal to cut ചെയ്തു 2 cut ചെയ്തു 2r square is a favorable outcome. Then probability equal to favorable outcome divided by possible outcome, 2r square by pi r square. r square cut ചെയ്തു മക്കളെ എന്ത് കിട്ടി? 2/pi. അതങ്ങനെ തന്നെ വെച്ചാൽ മതി, 2/pi. അതിൻ്റെ മുകളിൽ വലിയ ഡിസൈനോ ഫാഷൻ ഡിസൈനിങ് ഒന്നും നടത്താൻ പോകണ്ട. അപ്പോൾ 2-3 ക്വസ്റ്റ്യൻസൊക്കെ നമ്മളിത് പ്രാക്ടീസ് ചെയ്തു. ഇത് കുറച്ച് സിമ്പിൾ ആയതുകൊണ്ടും കുറച്ച് കൂടുതൽ പ്രാക്ടീസ് ചെയ്യാൻ അല്ലെങ്കിൽ കുറച്ച് വലിയ ക്വസ്റ്റ്യൻസും ആയതുകൊണ്ടാണ് നമ്മൾ കുറച്ച് തോനെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നത്. അല്ലാതെ ഇതിൻ്റെ ഐഡിയ നമുക്ക് പിടികിട്ടിക്കഴിഞ്ഞു. ഈ ഐഡിയ വെച്ചിട്ട് നമുക്ക് പ്രാക്ടീസ് ആക്കിയാൽ മതി. ഒരു 1-2 ക്വസ്റ്റ്യനും കൂടി ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കാം. സർക്കിൾ എക്സാക്ട്ലി ഫിറ്റിംഗ് ഇൻസൈഡ് എ സ്ക്വയർ. അടുത്ത ക്വസ്റ്റ്യൻ, സർക്കിൾ എക്സാക്ട്ലി ഫിറ്റിംഗ് inside a square. A circle exactly fitting inside a square. What is the probability of dot within the shaded part? അപ്പോൾ നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് എഴുതിയാൽ മതി. What is the probability of dot within the shaded part? What is the probability of dot within the shaded part? അപ്പോൾ ഒരു സ്ക്വയറിൻ്റെ അകത്താണ് എക്സാക്ട്ലി ഫിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? കറക്റ്റ് ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ഓഫ് ഡോട്ട് വിത്തിൻ ദി ഷെയ്ഡഡ് പാർട്ട്? വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ഓഫ് ഡോട്ട് വിത്തിൻ ദി ഷെയ്ഡഡ് പാർട്ട്? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, എ സർക്കിൾ എക്സാക്ട്ലി ഫിറ്റിംഗ് ഇൻസൈഡ് എ സ്ക്വയർ. ഒരു സ്ക്വയറിൻ്റെ അകത്ത് സർക്കിൾ എക്സാക്ട്ലി ഫിറ്റിംഗ് എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് ഇങ്ങനെ ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ഓഫ് ഡോട്ട് വിത്തിൻ ദി ഷെയ്ഡഡ് പാർട്ട്? ഇവിടെയാണ്, ഷെയ്ഡഡ് പാർട്ടിലാണ് ഡോട്ട് ഇടുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും what is the total possible pair area of the square. What is the total possible outcomes? Area of square. What is favorable outcome? Area of circle. ഏരിയ ഓഫ് സർക്കിൾ ഫേവറബിളും ഏരിയ ഓഫ് സ്ക്വയർ ടോട്ടൽ ഔട്ട്കംസ് ആയിട്ട് വരുന്നു. ഞാനിപ്പോൾ ഇതിൽ നിന്ന് എന്താ എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ റേഡിയസ് തന്നെ എടുക്കാം. റേഡിയസ് ഓഫ് ദി സർക്കിൾ 6. റേഡിയസ് ഓഫ് ദി സർക്കിൾ 6. അപ്പോൾ ഏരിയ ഓഫ് ദി സർക്കിൾ ആണല്ലോ ഫേവറബിൾ ഔട്ട്കം. അപ്പോൾ ഏരിയ ഓഫ് ദി സർക്കിൾ ഈക്വൽ ടു ഫേവറബിൾ ഔട്ട്കം, ദാറ്റ് ഈസ് പൈ ആർ സ്ക്വയർ. Let consider radius of the circle r. Area of the circle equal to pi r square is the favorable outcomes. Favorable ആയിട്ടുള്ള ഔട്ട്കം ആണ്. Then diameter of the circle എന്ത് വരും? 2r വരും. Diameter equal to 2r. Diameter of the circle becomes side of the square അല്ലേ? നോക്കി ഇവിടെ സൈഡ് ഓഫ് ദി സ്ക്വയറിന് ഈക്വൽ ആണ് ആര്? ഡയമീറ്റർ വരുന്നത്. അപ്പോൾ r പ്ലസ് r 2r, ഡയമീറ്റർ 2r, ദാറ്റ് ഇസ് ഈക്വൽ ടു സൈഡ് ഓഫ് ദി സ്ക്വയർ 2r. സൈഡ് ഓഫ് ദി സ്ക്വയർ എത്ര കിട്ടി? 2r. ലെറ്റ് കൺസിഡർ റേഡിയസ് ഓഫ് ദി സർക്കിൾ r, സ്മോൾ ലെറ്റർ r. ദെൻ ഏരിയ ഓഫ് ദി സർക്കിൾ പൈ r സ്ക്വയർ. Then diameter of this circle becomes side of the square. Diameter equal to 2r, side equal to 2r. Then area of the square equal to, അതായത് area of total possible outcome, 2r into 2r, that's equal to 4r square. That's equal to 4r square. അപ്പോൾ ടോട്ടൽ ഔട്ട്കംസ് എത്ര? 4r square. ഫേവറബിൾ ഔട്ട്കംസ് എത്ര? പൈ ആർ സ്ക്വയർ. ഒന്നുകൂടി ശ്രദ്ധിക്കുക, സർക്കിൾ എക്സാക്ട്ലി ഫിറ്റിംഗ് ഇൻസൈഡ് എ സ്ക്വയർ. ലെറ്റ് കൺസിഡർ റേഡിയസ് ഓഫ് ദി സർക്കിൾ ഈക്വൽ ടു r. Then area of the circle. Area of the circle means area of the favorable outcomes, that is pi r square. Then diameter of the circle becomes side of the square. Diameter 2r, it becomes side of the square 2r. Then area of the square equal to 2r into 2r, that's equal to 4r square. 4r square. 4r square is called area of the square, that is total possible outcome. Then probability. Favorable outcome pi r square, total outcome 4r square, cut r square, that's equal to pi by 4. That's equal to pi by 4. That's equal to pi by 4. ശ്രദ്ധിക്കുക,
വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സ്ക്വയർ, സർക്കിള്, ഷെയ്ഡഡ് പാർട്ട്, എക്സാക്ട്ലി ഫിറ്റിംഗ് സർക്കിളാണ്, റേഡിയസ് 6, സൈഡ് 2r ആയിട്ട് മാറി സ്ക്വയറിൻ്റെത്, ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ ബിക്കം സൈഡ് ഓഫ് ദി സ്ക്വയർ കിട്ടി. ദെൻ ഏരിയ ഓഫ് ഫേവറബിൾ ഏരിയ വരുന്നത് πr സ്ക്വയർ. ദെൻ ടോട്ടൽ ഏരിയ വരുന്നത് 2r × 2r 4r സ്ക്വയർ. ദെൻ പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു ഫേവറബിൾ ബൈ ടോട്ടൽ πr സ്ക്വയർ ബൈ 4r സ്ക്വയർ. കട്ടാർ സ്ക്വയർ ദാറ്റ്സ് ഈക്വൽ ടു π/4. മക്കളെ π/4 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിക്കുക, വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, പിക്ചർ പ്രോബബിലിറ്റിയൊക്കെ സാധാരണ വരുന്ന ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഡിസ്കഷൻ ചെയ്തിരിക്കുന്നത്. കൂടുതലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല, ഇത് സാധാരണയായിട്ട് വരുന്ന ഒരു ടൈപ്പ് ചോദ്യങ്ങളാണ്. അപ്പോൾ മനസ്സിലാക്കിയിട്ട് വെക്കുക. ദെൻ നെക്സ്റ്റ് ഒരൊറ്റ ക്വസ്റ്റ്യനും കൂടി നോക്കുക. എ ട്രയാങ്കിൾ ഗോട്ട് ബൈ joining alternate vertices of a regular hexagon. A triangle got by joining alternate vertices of a regular hexagon. What is the probability of a dot within the shaded part? What is the probability of a dot within the shaded part? What is the probability of a dot within the shaded part? What is the probability of a dot within the shaded part? വരയ്ക്കുക, എല്ലാവരും ഫിഗർ വരയ്ക്കുക. ഒരു റെഗുലർ ഹെക്സഗൺ, ആ ഹെക്സഗണിൻ്റെ ഓൾട്ടർനേറ്റ് വെർട്ടിസസ് എന്ന് ഒന്നിടവിട്ടിട്ടുള്ള വെർട്ടിസസ് എല്ലാം കൂടി ജോയിൻ ചെയ്തൊരു ട്രയാങ്കിൾ കിട്ടി. ഇതുണ്ട്, ഇതില്ല, ഇതുണ്ട്, അങ്ങനെ ഓൾട്ടർനേറ്റ് വെർട്ടിസസ് ജോയിൻ ചെയ്ത് ഒരു ട്രയാങ്കിൾ കിട്ടി. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഡോട്ട് വിത്തിൻ ദി ഷെയ്ഡഡ് പാർട്ട് എന്നാണ്. ഇത് വലിയൊരു എക്സ്പ്ലനേഷൻ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്, പക്ഷേ അതിനെ നമ്മൾ സിമ്പിളാക്കിയിട്ട് മാറ്റുകയാണ്. ഇത് മാത്രം എഴുതി വെച്ചാൽ മതി. കാരണം ഇവിടെ എന്താ, ഏരിയ ഓഫ് ടോട്ടൽ ഏരിയ ഹെക്സഗൺ ആണ് പോസിബിൾ ഔട്ട്കം. ടോട്ടൽ ഔട്ട്കംസ് എത്രയാണ് വരുന്നത്? ഹെക്സഗൺ, ഏരിയ ഓഫ് ഹെക്സഗൺ ആണ് ടോട്ടൽ ഔട്ട്കം ആയിട്ട് വരുന്നത്. അത് നമുക്ക് ആവശ്യമില്ല. ഹെക്സഗണിൻ്റെ ഏരിയ ഒക്കെ കണ്ടുപിടിക്കാൻ നമുക്ക് റെഗുലർ ഹെക്സഗൺ ഹാസ് ഡിവൈഡഡ് ഇൻറ്റു 6 ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, 1 ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ √3/4a², 6 × √3/4a² കട്ട് ചെയ്ത് ഇങ്ങനെ പോരണം. അതിനൊന്നും നമ്മൾ നോക്കുന്നില്ല. പിന്നെ അടുത്ത ഏരിയ ഓഫ് ട്രയാങ്കിൾ അങ്ങനെയാണ് കിട്ടുന്നത്. ഞാനിവിടെ നോക്കുക. ദെൻ എ ഷെയ്ഡഡ് ട്രയാങ്കിൾ ഹാസ് ഡിവൈഡഡ് ഇൻറ്റു 3 another triangles. A shaded triangle has divided into 3 another triangles. നോക്കുക, ആ നടുക്കുള്ള ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ട്രയാങ്കിളിനെ 3 എണ്ണമായിട്ട് ഞാൻ ഡിവൈഡ് ചെയ്തു. ഇവിടെ നോക്കൂ, ഇതെല്ലാം ഈക്വൽ പാർട്സാണ് വരിക. ശരിക്കും ഇതൊരു ഹെക്സഗൺ ആകുമ്പോൾ, റെഗുലർ ഹെക്സഗൺ ആണെങ്കിൽ സെൻറ്റർ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരയ്ക്കുന്ന ഡിസ്റ്റൻസ് സൈഡിന് ഈക്വൽ ആയിരിക്കും. നമുക്കൊരു സർക്കിളിൻ്റെ അകത്തൊരു ഹെക്സഗൺ വരച്ച് കഴിഞ്ഞാൽ നമുക്കതിനെ കറക്റ്റ് മനസ്സിലാവും എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. റേഡിയസ് ഒക്കെ ഇതിൻ്റെ സൈഡ്സിനൊക്കെ ഈക്വലായിട്ട് വരുന്ന ഒരു കേസാണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസും ഒക്കെ സൈഡ്സ് ഓഫ് ദി ഹെക്സഗണും സെൻറ്റർ ടു പോയിൻ്റ് ഓഫ് വെർട്ടെക്സിലേക്കുള്ള അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൻറ്റർ ടു വെർട്ടെക്സ് ഡിസ്റ്റൻസും സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെയൊക്കെ കിട്ടുന്നത് എന്താണ്? ദിസ് ഒരു പാരലോഗ്രാം, ഇവിടെ ഒരു പാരലോഗ്രാം, ഇവിടെ ഒരു പാരലോഗ്രാം, ഇവിടെ ഒരു 4 പാരലോഗ്രാണ്. ദ ഫിഗർ ഹെക്സഗൺ ഹാസ് ഡിവൈഡഡ് ഇൻറ്റു 3 പാരലോഗ്രാം, 3 പാരലോഗ്രായിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, ദ ഫസ്റ്റ് ഫിഗർ റെഗുലർ ഹെക്സഗൺ, ഏരിയ ഓഫ് റെഗുലർ ഹെക്സഗൺ കണ്ടുപിടിച്ച് ഏരിയ ഓഫ് ട്രയാങ്കിൾ കിട്ടാൻ വലിയ പ്രയാസമാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ദെൻ റെഗുലർ ഹെക്സഗണിൻ്റെ കേസിൽ മാത്രമേ അത് പറ്റത്തുള്ളൂ. റെഗുലർ ഹെക്സഗണിന് സെൻട്രൽ ടു പോയിൻ്റ് ഓഫ് ദി വെർട്ടെക്സിലെയൊക്കെ ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും വരുന്നത്. അതുകൊണ്ട് ദ റെഗുലർ ഹെക്സഗൺ ഹാസ് ഡിവൈഡഡ് ടു 6 പാർട്സ് ആക്കി മാറ്റി. നോക്കൂ,
1 2 3 4 5 6 1 2 3 4 5 6 അതായത് ട്രയാങ്കിളിനെ ഷെയ്ഡഡ് ട്രയാങ്കിൾ ഹാസ് ഡിവൈഡഡ് ഇൻ ടു 3 പാർട്സ്. ദെൻ അൺഷെയ്ഡഡ് പോർഷൻ 3, ഷെയ്ഡഡ് പോർഷൻ 3, ടോട്ടൽ 6 പാർട്സ് ആക്കി നമ്മൾ മാറ്റി. ദെൻ അതിൽ വരുന്നത് ഇവിടെ നോക്കുക, ഇത് എല്ലാം സെയിം ഏരിയാസ് ആണ് വരിക. കാരണം അത് പാരലോഗ്രാം 3 പാരലോഗ്രാംസ് ആണ്. 1 പാരലോഗ്രത്തിൻ്റെ പ്രത്യേകത എന്താ? ഡയഗണൽ ഡിവൈഡഡ് ഇൻ ടു 2 ഈക്വൽ ഏരിയ. പാരലോഗ്രത്തിന് 1 ഡയഗണൽ ഹാസ് ഡിവൈഡഡ് ഇൻ ടു 2 ഈക്വൽ ഏരിയ എന്നൊക്കെ 8th ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചതാണ്. ഒരു പാരലോഗ്രാം വരച്ച് ഡയഗണൽ വരച്ചു, ഈക്വൽ ഏരിയാസ് ആയിരിക്കും എന്നുള്ള ഒരു കേസൊക്കെ അവിടെ പഠിച്ചതാണ്. അപ്പോൾ അവിടെ ദിസ് ഏരിയ ഈക്വൽ, ദിസ് ഏരിയ ഈക്വൽ, ദിസ് ഏരിയ ഈക്വൽ. കാരണം ഒരു കേക്ക് മുറിച്ചാണ് മുകളിൽ ക്രീം ഉള്ളത്, താഴത്ത് ക്രീം ഇല്ലാത്തതായിട്ടുള്ള ഭാഗത ഷെയ്ഡ് ചെയ്ത് ക്രീമുള്ള ക്രീമില്ല, ക്രീമില്ലാത്ത ഭാഗമായി. ഒക്കെ എന്താണ്? എല്ലാം ഓൾ 6 ട്രയാങ്കിൾസ് ആസ് സെയിം ഏരിയ. എല്ലാത്തിൻ്റെയും ഏരിയാസ് എന്താണ്? ഈക്വലാണ്. അപ്പോൾ ഒന്നുകൂടി ഇവിടെ ശ്രദ്ധിക്കുക. പ്രധാനമായിട്ട് നമുക്ക് ടോട്ടൽ പോസിബിൾ ഔട്ട്കംസ് ഏരിയ ഓഫ് ഹെക്സഗൺ ആണ്. ദെൻ ഏരിയ ഓഫ് ട്രയാങ്കിൾ ആണ് ഫേവറബിൾ ഔട്ട്കം. ഹെക്സഗണിൻ്റെ ഏരിയ വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ ട്രയാങ്കിളിൻ്റെ ഏരിയ കിട്ടാൻ വലിയൊരു പ്രയാസമാണ്, വലിയൊരു കോംപ്ലിക്കേറ്റഡ് സാധനമാണ്. അത് നമുക്ക് വളരെ സിമ്പിളാക്കിയിട്ട് ഞാൻ പറയുന്നു. ദെൻ ഷെയ്ഡഡ് ട്രയാങ്കിൾ ഹാസ് ഡിവൈഡഡ് ഇൻ ടു 3 ഈക്വൽ ട്രയാങ്കിൾസ്. ദെർഫോർ റെഗുലർ ഹെക്സഗൺ ഹാസ് ഡിവൈഡഡ് ഇൻ ടു 6 ഈക്വൽ ട്രയാങ്കിൾ. അത് നമ്മൾ എഴുതി വെക്കുന്നുണ്ട്. ദ ഫിഗർ, കൺസിഡർ ദി ഫിഗർ, ഷെയ്ഡഡ് ട്രയാങ്കിൾ ഹാസ് ഡിവൈഡഡ് ഇൻ ടു 3 ഈക്വൽ ട്രയാങ്കിൾ. ദെർഫോർ റെഗുലർ ഹെക്സഗൺ ഹാസ് ഡിവൈഡഡ് ഇൻ ടു 6 ഈക്വൽ ട്രയാങ്കിൾ. അതിലെത്ര ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്? 3. എത്ര ടോട്ടൽ ഔട്ട്കംസ്? എത്ര? 6 ട്രയാങ്കിൾ. ദെൻ ഫേവറബിൾ ഔട്ട്കം എത്ര? 3. ദാറ്റ്സ് ഈക്വൽ ടു probability is equal to 3/6. Probability is equal to 3/6. That's equal to 1/2. Probability is equal to 3/6. That's equal to 1/2. That's equal to 1/2. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, a regular hexagon has divided into 6 equal triangles. എങ്ങനെ ഈക്വൽ ട്രയാങ്കിൾസ് ആക്കി മാറ്റിയെന്ന് ഇവിടെ നോക്കുക. Then shaded triangle has divided into 3 parts, equal parts. Then regular hexagon ആയതുകൊണ്ട് ഇതൊക്കെ പാരലോഗ്രാണ്. ഹെക്സഗൺ ഹാസ് ഡിവൈഡ് ഇൻറ്റു 3 പാരലോഗ്രാംസ്. 1 diagonal of a parallelogram divided into 2 equal area. This equal, this equal, this equal. Total 6 area of triangles equal. Then total outcome equal to 6 triangle. Favorable outcome equal to 3 triangle. That's equal to 1/2. 3/6. That's equal to 1/2. Correct ആയല്ലോ? റെഡി അല്ലേ? ഒന്നുകൂടി പറഞ്ഞുതരാം. നോക്കൂ, ദ റെഗുലർ ഹെക്സഗൺ ഹാസ് ഡിവൈഡഡ് ഇൻ ടു 6 ഈക്വൽ ട്രയാങ്കിൾ. ഹെക്സഗണിന് മാത്രമേ അങ്ങനെ നടക്കുള്ളൂ. കണ്ടില്ലേ? അതാ ഇവിടെയൊക്കെ ഓരോ പാരലോഗ്രാംസ് ഒക്കെ ആക്കി മാറ്റി വെച്ചിരിക്കുന്ന ഹെക്സഗണിൻ്റെ, റെഗുലർ ഹെക്സഗണിൻ്റെ പ്രത്യേകതയാണത്. അപ്പോൾ ദെൻ ഷെയ്ഡഡ് ട്രയാങ്കിൾ ഹാസ് ഡിവൈഡഡ് ഇൻ ടു 3 പാർട്സ്. Then regular hexagon has divided into 6 equal triangle. Then favorable outcome equal to 3 triangles. Total outcomes equal to 6 triangle. Probability is equal to 3/6. That's equal to 1/2. ഫോർമുലയിൽ കൂടെ നമ്മളത് ചെയ്തുണ്ടാക്കിയെടുക്കാൻ വലിയ റിസ്ക് ആണ്. അതുകൊണ്ടാണ് അതിനെ സിമ്പിളാക്കിയിട്ട് ഞാൻ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞത്. എന്താ പറഞ്ഞത്? റെഗുലർ ഹെക്സഗൺ ഹാസ് ഡിവൈഡഡ് ഇൻ ടു 6 ഈക്വൽ ട്രയാങ്കിൾ. ദെൻ ഷെയ്ഡഡ് പാർട്ടിന് നമ്മളങ്ങനെ അലുവ മുറിക്കുമ്പോൾ അല്ലെങ്കിൽ കേക്ക് മുറിക്കുമ്പോൾ പോലെ അങ്ങനെ 3 പീസാക്കി മുറിച്ച് വെക്കുക. റെഗുലർ ഹെക്സഗൺ നിങ്ങൾ വരയ്ക്കുക. വൃത്തിയായിട്ട് അതിൻ്റെ ഓൾട്ടർനേറ്റ് വെർട്ടീസസ് ജോയിൻ ചെയ്ത് ട്രയാങ്കിൾ കിട്ടും. ആ ട്രയാങ്കിളിനെ മുറിച്ച് വെച്ച് നോക്കുക, നിങ്ങൾ ഏരിയാസ് കറക്റ്റ് ആയിരിക്കും. കറക്റ്റ് വരയ്ക്കുന്നവന് കറക്റ്റ് ആയിരിക്കും. Then hexagon has divided into 6 equal. Then triangle, favorable part 3 triangle. Then total part 6 triangle. Probability 3/6. വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ദെൻ ആ ജോമെട്രിക്കൽ പ്രോബബിലിറ്റിയിലെ ഒരു ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് ഒന്ന് ചെയ്ത് നോക്കുക, അവസാനിപ്പിക്കുക. അതേപോലെ തന്നെ എ റെഗുലർ ഹെക്സഗൺ ഫോംഡ് ബൈ 2 overlapping equilateral triangles. A regular hexagon formed by 2 overlapping equilateral triangles. A regular hexagon formed by 2 overlapping equilateral triangles. What is the probability of dot within the shaded part?
What is the probability of dot within the shaded part? What is the probability of dot within the shaded part? എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? രണ്ട് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഓവർലാപ്പിംഗ് ആയിട്ട് വരയ്ക്കുക. ഒന്ന് തിരിച്ചും മറിച്ചിട്ടും വരയ്ക്കുന്നതിനാണ് ഓവർലാപ്പിംഗ് എന്ന് പറയുന്നത്. അല്ലാതെ സ്റ്റാർ വരച്ച് കളിക്കുകയല്ല കേട്ടോ. ഇത് ചിലർ അങ്ങനെ കുത്തരുന്ന് ഇങ്ങനെ സ്റ്റാർ ഇട്ട് കളിക്കുന്നത്. സ്റ്റാർ അല്ലത്. ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഇങ്ങനെ വരച്ചു, ദെൻ തിരിച്ചിട്ടൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരച്ചു, ഓവർലാപ്പിംഗ്. ഞാൻ അത്ര കലാകാരനല്ലാത്തത് കൊണ്ട് അത്ര ലുക്ക് ഉണ്ടാവില്ല. നിങ്ങൾ നല്ല കലാകാരന്മാരായതുകൊണ്ട് നല്ല ലുക്കിൽ വരച്ചാൽ മതി. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഇവിടെ അതേ ചെയ്ത പോലെ തന്നെ റെഗുലർ ഹെക്സഗൺ ആണ് ഇൻസൈഡിൽ ഫോം ചെയ്യുന്നത്. റെഗുലർ ഹെക്സഗൺ ഹാസ് ഡിവൈഡഡ് ഇൻറ്റു 6 ഈക്വലാറ്ററൽ ട്രയാങ്കിൾ. 6 ഈക്വലാറ്ററൽ ട്രയാങ്കിൾസ് ആക്കി ഡിവൈഡ് ചെയ്തു. ഇവിടെ എല്ലാം നമുക്ക് കറക്റ്റ് വരച്ച് കഴിഞ്ഞാൽ ഒക്കെ പാരലോഗ്രാണ് കിട്ടുക. എല്ലാം സെയിം ആണ്. അപ്പോൾ ടോട്ടൽ എത്ര ട്രയാങ്കിൾസ് ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട് നോക്കുക. 1 2 3 4 5 6 7 8 9 10 11 12. ടോട്ടൽ എത്ര? 12. ഷെയ്ഡഡ് പാർട്ട് ആരാണ്? ഹെക്സഗൺ ആണ്. അപ്പോൾ ഇൻസൈഡ് ഹെക്സഗൺ ഹാസ് ഡിവൈഡഡ് ഇൻറ്റു 6 ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഇൻസൈഡ് ഹെക്സഗൺ ഹാസ് ഡിവൈഡഡ് ഇൻറ്റു 6 ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ദെൻ ടോട്ടൽ triangle equal to 12. Total possible pair total outcomes equal to total possible outcome equal to 12 triangles ആണ് കിട്ടുന്നത്. Then favorable outcome equal to 6 triangle. What is the probability? 6/12, that's equal to 1/2. 6/12, that's equal to 1/2. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഈ 2 ഓവർലാപ്പിംഗ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾസ് ആണ്. ഇത് ഇക്വലാറ്ററൽ ട്രയാങ്കിൾസ് ആവണം. ഇൻസൈഡ് കിട്ടുന്നത് റെഗുലർ ഹെക്സഗൺ ആയിട്ടോ വരുള്ളൂ. ഇക്വലാറ്ററൽ ട്രയാങ്കിൾസ് ഓവർലാപ്പ് ചെയ്ത് ജോയിൻ ചെയ്താലേ ഉള്ളൂ റെഗുലർ ഹെക്സഗൺ കിട്ടുള്ളൂ. ദെൻ മിഡിൽ അല്ലെങ്കിൽ ദെൻ റെഗുലർ ഹെക്സഗൺ ഹാസ് ഡിവൈഡഡ് ഇൻറ്റു 6 ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. സ്മാൾ ബിഗ് സ്മാൾ 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 എല്ലാം ഇങ്ങനെ വന്നിരിക്കുന്നത് കാണാം. ഷെയ്ഡ് അൺഷെയ്ഡ് ഷെയ്ഡ് അൺഷെയ്ഡ് ഷെയ്ഡ് അൺഷെയ്ഡ് ഷെയ്ഡ് അൺഷെയ്ഡ് ഷെയ്ഡ് അൺഷെയ്ഡ് അങ്ങനെ വരുന്ന ഭാഗത്തിൽ എല്ലാ ട്രയാങ്കിൾസും എന്താണ്? സെയിം ആണ്. കാരണം എന്താ, ഇവിടെയൊക്കെ പാരലോഗ്രംസ് ആണ് ഫോം ചെയ്യുന്നത്. കണ്ടില്ലേ, ഇവിടെയൊക്കെ പാരലോഗ്രംസ് ആണ്. 1 2 3 4 5 6 അങ്ങനെ പാരലോഗ്രംസ് ഫോം ചെയ്യുന്നു. 6 പാരലോഗ്രംസ് ഫോം ചെയ്യുമ്പോൾ 12 ട്രയാങ്കിൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 1 2 3 4 5 6. നിങ്ങൾ വീട്ടിൽ വൃത്തിയായിട്ട് വരച്ച് നോക്കിയാൽ കാണാം. നല്ല ഭംഗിയിൽ വരച്ചാൽ കാണാം. ഇതൊന്നും ചെറുതും വലുതൊന്നും ഒക്കെ ഒരേപോലെ ആയിരിക്കും. നല്ല കറക്റ്റ് സ്റ്റാർ ആയിരിക്കും ഉണ്ടാവുക. ദെൻ ദ പിക്ചർ ഹാസ് ഡിവൈഡഡ് ഇൻ ടു 12 ഈക്വൽ ട്രയാങ്കിൾസ്. ദെൻ ടോട്ടൽ ഔട്ട്കം ഈക്വൽ ടു 12. ദെൻ ഫേവറബിൾ ഔട്ട്കം ഈക്വൽ ടു 6. ദെൻ പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു 6/12. പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു 6/12. ദാറ്റ്സ് ഈക്വൽ ടു എത്ര കിട്ടി? 1/2. ദാറ്റ്സ് ഈക്വൽ ടു 1/2. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് കേസ് ട്രയാങ്കിൾ റെക്റ്റാങ്കിൾ ബോർഡ് ട്രയാങ്കിൾ ഫോം ചെയ്തു. സെക്കൻഡ് കേസ് സർക്കിളുമായി ബന്ധപ്പെട്ടത്, റെക്റ്റാങ്കിളുമായി ബന്ധപ്പെട്ടത്, സ്റ്റാർ, മെൻ്റൽ എബിലിറ്റി പ്രോബ്ലംസ് പോലെയുള്ള കേസ്. ഇതൊക്കെയാണ് പിക്ചർ പ്രോബബിലിറ്റി. ഇതൊക്കെയാണ് പിക്ചർ പ്രോബബിലിറ്റി ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ പിക്ചർ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസാണ്. അവിടെ നമ്പേഴ്സ് ഉണ്ടാവത്തില്ല, അവിടെ ഏരിയാസ് ഒന്നും തരത്തില്ല. നമ്മൾ പഠിച്ചിരിക്കുന്ന പ്രോബ്ലംസിൻ്റെ ഫോർമുലാസൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ചിലത് ട്രിക്ക് ഉപയോഗിച്ചിട്ടും കണ്ടുപിടിക്കുക. അപ്പോൾ പ്രോബബിലിറ്റി ഒക്കെ നമുക്ക് കിട്ടിയ എന്താണ്? ആൻസർ ആണല്ലോ കിട്ടുന്നത്. ഫ്രാക്ഷൻസ് ആയിട്ട് തന്നെയാണല്ലോ, നമ്പർ തന്നെയാണല്ലോ കിട്ടുന്നത്. അതാണ് ഇതിൻ്റെ ട്രിക്ക്. വളരെ ഒരു ഇമ്പോർട്ടൻ്റ് പാർട്ട് സെക്കൻഡ് പാർട്ടാണ് ജോമെട്രിക്കൽ പ്രോബബിലിറ്റീസ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, പ്രോബബിലിറ്റീസ് ഈക്വൽ ടു total favorable outcomes divided by total possible outcome. Total number of favorable outcome divided by total number of possible outcome. ജോമെട്രീൻ്റെ കേസിൽ ഫേവറബിൾ അതിനനുസരിച്ച് ക്വസ്റ്റ്യൻ അനുസരിച്ച് മാറും, ടോട്ടൽ ക്വസ്റ്റ്യൻ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഏരിയാസ് ആണെല്ലാം ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. അത് ശ്രദ്ധിക്കുക, വരയ്ക്കുക, വൃത്തിയായിട്ട് വരയ്ക്കുക, വൃത്തിയായിട്ട് കണ്ടുപിടിക്കുക. ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. വളരെ സിമ്പിളാണ് മക്കളെ. 2 ടോപ്പിക്കും കൂടിയാണ് നമുക്കിനി ചെയ്യാനുള്ളത്. എല്ലാവർക്കും നല്ല നന്ദി, നമസ്കാരം.